ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ നമ്മുടെ ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം കുറേ കാലമായിട്ട് അങ്ങനെ പുല്ല് കയറി മൊത്തം കാട് പിടിച്ച് കിടക്കണം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം അതെല്ലാം കംപ്ലീറ്റ് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. പിന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെ കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഇടാമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, മഴക്കാലം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഇതിനകത്ത് നിറച്ച് വെള്ളം കയറും, കംപ്ലീറ്റ് കയറി നിറയും. നമ്മൾ ശ്രദ്ധിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം വേനൽക്കാലം ആകുമ്പോൾ അങ്ങ് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ടുള്ള ചപ്പുചവറുകളെല്ലാം കംപ്ലീറ്റ് അതിനകത്ത് കിടക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. നമുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന പരിപാടിയല്ല. അപ്പോൾ ഏതായാലും നമ്മളിത് ക്ലീൻ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, അതിനുശേഷം അത് കുഴിക്കുക, പിന്നെ പറ്റുമെങ്കിൽ മോട്ടർ അടിച്ച് പറ്റിക്കുക എന്നൊക്കെയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് മീൻ കിട്ടുക എന്നുള്ളതല്ല, നമുക്ക് ഈ ഒരു വേനൽക്കാലം ഇത് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ചെറിയ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കാമല്ലോ എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാവുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഇതിനകത്തുള്ള പുല്ല് മുഴുവൻ കംപ്ലീറ്റ് പറിച്ച് കയറ്റുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അത് നല്ല ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം വലിച്ചാൽ തന്നെ പോരല്ലോ, നല്ല കട്ടിയുള്ള പുല്ലാണേ. അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി കംപ്ലീറ്റ് കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലതായിട്ട് വേദനെടുക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ പിന്നെ കുറേ ഓലമടലുകളും തേങ്ങയും പിന്നെ ഒതളങ്ങയും അങ്ങനെയുള്ള സകല സാധനങ്ങളുമായിട്ട് ഈ ഒരു കുളം അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കരക്കയറ്റണം. കാരണം നമ്മൾ എൻജിൻ എടുത്ത് വെച്ച് അടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് ബ്ലോക്കാകും ചാൻസ് ഉണ്ട്. അപ്പം ഈ പുല്ലെല്ലാം കംപ്ലീറ്റ് പറിച്ച് സൈഡിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മളിന്ന് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പാടം ഏരിയ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് ചൂടിൻ്റെ വലിയ കാര്യമായിട്ടുള്ള ഇത് അറിയില്ല. എന്നാലും ഏകദേശം ഒരു 33 അടുത്ത് ഡിഗ്രി ചൂട് വരുന്നുണ്ട്. പക്ഷേ ഉച്ച കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും. ഒരു 2 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നല്ല കാറ്റടിക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ട് ചൂടിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഉച്ച വരെയുള്ള ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. കൊച്ചിക്കാരെ അപേക്ഷിച്ച് നല്ല അടുത്തടുത്തുള്ള ബിൽഡിങ്ങുകളൊന്നും ഈ ഒരു ഭാഗത്തില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊരു ചൂടിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ ഈ കുളത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ നാട്ടുതോടുണ്ട്. നാട്ടുതോടുമായിട്ടുള്ളൊരു കണക്ഷൻ നമ്മൾ ഇതുമായിട്ട് മൂടി ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് മീനും കാര്യങ്ങളൊന്നും കയറി കിടക്കാൻ ചാൻസ് ഇല്ല. ഇനി ഉള്ള മീനുകൾ തന്നെ കാണുകയുള്ളൂ. എന്നാലും അത്ര കാര്യമായിട്ടൊന്നും കാണത്തില്ല. കാരണം ഒരുപാട് ആമയുടെയൊക്കെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ ആമയൊക്കെ പിടിച്ച് തിന്നും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കുളത്തിനകത്ത് മീനും കാര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കും കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പുല്ലെല്ലാം വലിച്ച് കയറിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കുളം ഉള്ളത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു കുളം തന്നെയായിരുന്നു, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുളമായിരുന്നു കേട്ടോ. അതിൻ്റെ പകുതിയോളം തന്നെ നമ്മൾ മൂടി കളഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പാടത്തുനിന്ന് നമ്മുടെ തോട്ടിൽ നിന്ന് തന്നെ JCB ഹിറ്റാച്ചി പോലുള്ള വലിയ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ തോട് കുഴിക്കാനും ആഴം കൂട്ടാനും ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ കുറേ നമ്മുടെ തോട് ക്ലീൻ ചെയ്ത കട്ടകളും കാര്യങ്ങളും ചെളിയെല്ലാം കൂടെ കോരി നമ്മൾ ഈ ഒരു പറമ്പിലൊക്കെ വെച്ചത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ആ കുളമൊക്കെ ഓൾമോസ്റ്റ് പകുതിയോളം തന്നെ മൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പകുതി ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ. അതായത് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുളമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം കയറിയിട്ട് മൊത്തം ഇങ്ങനെ കാടും പുല്ലും എല്ലാം പിടിച്ച് കംപ്ലീറ്റ് കിടക്കണം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തോരം കാട് പിടിച്ച് കിടക്കണം. നമുക്കത് വലിച്ച് ക്ലീൻ ചെയ്ത് വലിയ പാടാണ്. വെട്ടി ഓരോ കഷ്ണങ്ങൾ പീസ് ആക്കിയിട്ടാണ് നമ്മൾ വലിച്ച് കരക്ക് കയറ്റുന്നത് കേട്ടോ. കുളത്തിൽ അച്ചായി ഇറങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയുണ്ടല്ലോ അരയ്ക്ക് മേളിലോളം വെള്ളമുണ്ട്, നെഞ്ചപ്പോളം വെള്ളമുണ്ട്. പക്ഷേ വെള്ളമല്ല, ശരിക്കും അതിൻ്റെ പകുതിയോളം തന്നെ നല്ല കുറുക്ക ചെളിയാണ്. അതിൻ്റെ വെള്ളമെന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു അരയടിയോളം മാത്രമേ വെള്ളമുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആ ഒരു ആഴത്തിൽ മൊത്തം കിടക്കുന്ന മുഴുവൻ ഈ ഒരു കുറുക്കച്ചെടിയാണ്. നമുക്കത് എൻജിൻ വെച്ച് കംപ്ലീറ്റ് വലിച്ച് കയറ്റി കളയാനുള്ളതാണ്. അപ്പോൾ എങ്കിൽ മാത്രമുള്ള ഈ ഒരു കുളത്തിന് അത്യാവശ്യം നല്ല ആഴം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഈ പുല്ല് എത്രത്തോളം കാട് പിടിച്ചാണ് കിടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം ക്യാമറയിൽ. കാര്യം നമ്മളെ ടങ്കീസ് ഇങ്ങനെ മൊത്തം കയറ് കെട്ട് വീണ് കിടക്കുന്ന പോലെ തന്നെയുള്ള വള്ളികളാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വലിച്ചെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിട്ട് പോരിയല്ല. ഒരു
ഒരു പാർട്ടായിട്ട് തന്നെ ഇങ്ങനെ പോരുള്ളൂ. അപ്പോൾ നമ്മൾ അരുവ കൊണ്ടോ അല്ലെങ്കിൽ വെട്ടുകത്തിയൊക്കെ കൊണ്ട് മൊത്തം കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വലിച്ച് കരകയറ്റുന്നത്. അത് വലിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയെല്ലാം നല്ല രീതിയിൽ വേദനെടുക്കും. കാര്യം വെള്ളത്തോട് കൂടി പൊങ്ങി വരുമ്പോൾ നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും റിസ്ക്കാണ് ഈ ഒരു കുഴി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കുളം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് പലതവണ ഒരു 3, 4, 5 തവണയെങ്കിലും നമ്മൾ പലതവണ ഓരോ സീസണിലും ഇതുപോലെ വേനൽക്കാലത്ത് നമ്മളിത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും നമ്മളിത് വീഡിയോ ആക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇത്തവണ നമ്മളിത് വീഡിയോ ആക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നമ്മളിത് ആഴം കൂട്ടിയതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കാനായിട്ടൊരു പ്ലാനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതുപോലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന പറമ്പ് കേട്ടോ, അതും കംപ്ലീറ്റ് പുല്ല് കയറി കാട് കയറി കിടക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മരുന്ന് അടിച്ച് കളയാനായിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗത്തെ പുല്ല് മൊത്തം കംപ്ലീറ്റ് പോകും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിച്ച് കൂട്ടിയിട്ട് തീയൊക്കെ ഇട്ട് കത്തിച്ച് കളയുമ്പോഴത്തേക്കും പറമ്പ് നല്ല ക്ലീൻ ആകും കേട്ടോ. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു മഴയ്ക്കുള്ളതേ ഉള്ളൂ. കാര്യം നമുക്ക് മൺസൂൺ വന്നു കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ ടൈം ആകുമ്പോഴത്തേക്കും മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് വീണ്ടും പഴയ പോലെ തന്നെ പുല്ല് കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ മീൻ വളർത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക്കുള്ള കാര്യമാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്താൽ തന്നെയും നമ്മൾ നല്ല വലയോ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ആമ പോലുള്ള വലിയ ജീവികളൊക്കെ കയറി ഈ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ഭയങ്കരമായിട്ട് നമ്മൾ കെയർ കൊടുത്താൽ മാത്രമാണ് ഇതിനകത്ത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കുളം ക്ലീൻ ചെയ്യുന്നതോടുകൂടി തന്നെ മുമ്പോട്ടുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും എഞ്ചിൻ അടിക്കുന്നത് എല്ലാ സാധനവും നമ്മൾ അടിപൊളിയായിട്ട് നല്ല വീഡിയോ ആയിട്ട് മാക്സിമം ക്ലീനായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള നാടൻ വീഡിയോകളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ അടുത്തൊരു ഒരു ലെവലിലേക്ക് സ്പ്രെഡ് ആവുന്നു കേട്ടോ. അപ്പം മടിയൊന്നും വിചാരിക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു കുളം ക്ലീനിങ്ങിൻ്റെ ആദ്യ ഘട്ടം നിലയ്ക്ക് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്ത് തോടിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് ക്ലീനാക്കി ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നൊരു ചെറിയ കൂടും നമ്മൾ ഇട്ടിട്ടുണ്ട്. മീൻ എന്തെങ്കിലും കയറുവാണെന്നുണ്ടെങ്കിൽ കയറട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഇനി പുറത്ത് പോയിട്ട് നല്ല ഒന്ന് കുളിക്കുക, ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അടുത്ത ദിവസത്തെ പരിപാടി നമ്മൾ എന്തായാലും അടുത്ത പാർട്ടായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് നാളത്തേക്ക് നമ്മൾ ദൂരയാത്രയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ പിള്ളേർക്ക് അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ കൂടാനാണ്. അപ്പോൾ നാടൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു ചാനലിലേക്ക് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നോക്കി നിന്നവർക്ക് തന്നെ ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ 2 കരിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടി പിള്ളേർക്ക് കൊടുക്കുക, അവർക്കും കുടിക്കുക, നമുക്ക് കുടിക്കുക, ഹാപ്പിയാവുക. ഇനി എന്നിട്ട് പോയി കുളിക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.